بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സുഖലോക സ്വർഗത്തിലും നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവർക്കൊക്കെ അല്ലാഹു തആല ഇരു വീട്ടിലും ഖൈറും ബറക്കത്തും നിഅമത്തും ജാസ്തിയാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ബിജായി ഹബീബിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പരിശുദ്ധ ഇസ്ലാമിൽ ശുദ്ധി വരുത്തുന്നതിന് വലിയൊരു സ്ഥാനം അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന വിഷയം നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ ഈമാനിന്റെ ഒരു ഭാഗമാണ് ശുദ്ധി എന്നും നമ്മൾ പറയുകയുണ്ടായി. ഈ ശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോ ശുദ്ധി പല രൂപത്തിലുണ്ടെന്ന് നമ്മൾ പറയുകയും അതിലൊന്ന് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവലാണ് എന്നും നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളൊക്കെ മനസ്സിലാക്കിയ, നമുക്കൊക്കെ അറിയുന്ന, നമ്മളൊക്കെ ജീവിതത്തിലൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. ചെറിയ അശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ചെറിയ അശുദ്ധിയിൽ നിന്നൊരു മനുഷ്യന് ശുദ്ധി വരണമെങ്കിൽ നമ്മൾ വുളൂഅ് ചെയ്യണം. വുളൂഅ് ചെയ്താലാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. നിസ്കാരത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോ നിസ്കാരത്തിന്റെ താക്കോല് എന്ന് വിശേഷിപ്പിച്ചത് മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ. നിസ്കാരത്തിന്റെ താക്കോല് എന്ന് വിശേഷിപ്പിച്ചത് ശുദ്ധിയെ സംബന്ധിച്ചാണ്. അപ്പോ നിസ്കരിക്കാൻ വേണ്ടി നമ്മളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ വുളൂഅ് ചെയ്തുകൊണ്ടായിരിക്കണല്ലോ നമ്മളൊക്കെ നിസ്കരിക്കാൻ വരുന്നത്. ഈ വുളൂഅുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയത്ത് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, സ്വഹാബ, അലാ അദുല്ലുക്കും അലാ മാ യുകഫിറുല്ലാഹു ബിഹി അൽ ഖതായ വയസീദു ബിഹി ഫിൽ ഹസനാത്ത്. സ്വഹാബത്തെ, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ മാ, ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിസാര കാര്യമല്ല. എങ്ങനത്തെ കാര്യമാണ്? യുകഫിറുല്ലാഹു ബിഹിൽ ഖതായ. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരികയും മാത്രമല്ല വയസീദു ബിഹി ഫിൽ ഹസനാത്ത്, നമ്മൾ ചെയ്യുന്ന വല്ല നന്മകളും ഉണ്ടെങ്കിൽ അത് ജാസ്തിയാവുകയും അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുകയും ചെയ്യുന്നതായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ, ഞങ്ങൾക്ക് അത്തരം ഒരു കാര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2-3 കാര്യങ്ങളോട് പറഞ്ഞെങ്കിലും ആദ്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്. പ്രയാസങ്ങൾ സഹിച്ചാണെങ്കിലും തണുപ്പുള്ള അവസ്ഥയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ വുദൂഇനെ പരിപൂർണമായിട്ട് ചെയ്യണേ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം. ഈ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്. നമ്മള് പ്രയാസങ്ങളൊക്കെ സഹിക്കുന്ന സമയത്താണെങ്കിലും നമ്മളൊക്കെ ചിലപ്പോ നേരത്തെ വുദൂ ചെയ്ത ആളുകളാണെങ്കിൽ രണ്ടാമതൊന്ന് വുദൂ ചെയ്യാൻ നമുക്ക് മടിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വെള്ളമാകുന്നത്
അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആകുമ്പോ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. അപ്പോ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ യാതൊരു മടിയും കാണിക്കാതെ, അലസതകളൊന്നും കാണിക്കാതെ ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, പൂർണ്ണമായ രൂപത്തിൽ വുദൂഇനെ പൂർണ്ണമായി ചെയ്യലാണെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വുദൂ ചെയ്യുക, വുദൂ ചെയ്യുന്നതിന്റെ മഹത്വത്തിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെ സൂചിപ്പിക്കുകയുണ്ടായി. വുദൂ ചെയ്താൽ കിട്ടുന്ന ഗുണത്തിനെ സംബന്ധിച്ചും നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോഴും വുദൂഇന്റെ ഒരു മഹത്വത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കാനൊക്കെയുള്ള ഒരു കാരണമായി വുദൂ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ. ഈ വുദൂഇലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, നമ്മുടെ നിസ്കാരം അത് പൂർണ്ണമായ രൂപത്തിലാണെങ്കിൽ, അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ലാ തുഖബൽ സ്വലാത്തു മൻ അഹദസ ഹത്താ യതവല്ല. ചെറിയ ശുദ്ധിക്കാരനായ വ്യക്തിയുടെ നിസ്കാരത്തിനെ സ്വീകരിക്കണമെങ്കിൽ അവൻ വുദൂ ചെയ്യണം. വുദൂ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രയാസമൊന്നുമല്ല. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സിമ്പിളായി വളരെ എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളവരുമാണ്. എങ്കിലും ഒന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. ചെറിയ ശുദ്ധിക്കാരനായ വ്യക്തിയുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അവൻ വുദൂ ചെയ്യണേ എന്ന് പരിശുദ്ധ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വുദൂയിലേക്ക് വരുമ്പോ വുദൂവിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണ്ടേ. വുദൂഇന്റെ ശർത്തുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, വുദൂഇന്റെ ഫർളുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, വുദൂഇന്റെ സുന്നത്തുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്താലാണ് പരിപൂർണമായ കാമിലായ രൂപത്തിൽ നമുക്ക് നമ്മുടെ വുദൂഇനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുദൂ ചെയ്യുന്നതിന്റെ രൂപങ്ങൾ, അതിന്റെ സുന്നത്ത് സഹിതം നമുക്ക് വളരെ വിശാലമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മാഇദയിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. പരിശുദ്ധ മാഇദ സൂറത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ തീരുമാനിച്ചാൽ, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണേ, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, മുട്ടോടുകൂടെ മുട്ടും കൈവരെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ കഴുകണേ, വംസഹൂ ബിറൂസിക്കും, നിങ്ങളുടെ തലകളെ നിങ്ങൾ തടവണേ, വഅർജുലക്കും ഇലൽ കഅബൈൻ, രണ്ട് ഞെരിയാണി ഉൾപ്പെടെ നിങ്ങളുടെ കാലുകളെ നിങ്ങൾ കഴുകുകയും ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് വുദൂഇന്റെ മർമ്മം. വുദൂഇന്റെ ശർത്തുകൾ ഒരു ഭാഗത്തുണ്ട്. വെള്ളം തഹൂറായിരിക്കണം, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ ഒലിപ്പിക്കണം, വെള്ളം ചേരുന്ന തരത്തിലുള്ള തടയുന്നതായ വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തുടങ്ങുന്ന 5 ഷർത്തുകൾ വുദൂഇനെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വുദൂഇന്റെ ഫർളിലേക്കാണ്. വുദൂഇന്റെ മർമ്മം ഫർളായ കാര്യങ്ങൾ ചെയ്യലാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നിയ്യത്ത് ചെയ്യലാണ്. ഏതൊരു കാര്യത്തിനും നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ നമ്മൾ കുറെ ഇങ്ങനെ അമൽ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകളൊക്കെ സ്വീകാര്യയോഗ്യമാകുന്നത് അത് നിയ്യത്തുകളെ കൊണ്ടാണ്. മനസ്സിൽ നമ്മൾ കരുതണം, ഞാൻ ഇന്നാലിന്റെ കാര്യം ചെയ്യുന്നു. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ അത് പൂർണ്ണമായ രൂപത്തിലാകുന്നില്ല. അപ്പൊ നമ്മള് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്യുന്നു, വുദൂ ചെയ്യുമ്പോ വുദൂഇന്റെ നിയ്യത്ത് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നിയ്യത്ത് മർമ്മമാണ്, നിയ്യത്ത് പ്രധാനമാണ്. നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. ഒരു ചെറിയ സംഭവം ഞാൻ വിശദീകരിക്കുകയാണ്. മുമ്പ്
രണ്ടുപേര് ഷണ്ട കൂടി, രണ്ടുപേർ കലഹിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാൾ അടിച്ചപ്പോ അയാള് മരണപ്പെട്ടു പോവുകയുണ്ടായി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ. ഇവിടെ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അടികൊണ്ട് മരിച്ചവനും അടിച്ച ആളും രണ്ടുപേരും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ മരണപ്പെട്ട ആൾ എങ്ങനെയാണ് നരകത്തിലേക്ക് എത്തുക? കാരണം അദ്ദേഹത്തിനാണല്ലോ അടികൊണ്ട് അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം തിരിച്ച് ആക്രമിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇയാളെ കൊല്ലണമെന്ന് അവന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഇദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ അവന്റെ മനസ്സിൽ ഒരു നിയ്യത്ത്, ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരും നരകത്തിലേക്ക് പോകുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നിയ്യത്തിന് വല്ലാത്ത സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു തആല പ്രതിഫലവും നൽകുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. വുദൂഇന്റെ ഫർളുകളിൽ ഒന്നാമത്തേത് അത് നിയ്യത്താണ്. നിയ്യത്തിന്റെ രൂപങ്ങളൊക്കെ നമുക്കറിയാം. വുദൂഇന്റെ ഫർളിനെ വീട്ടുന്നു, അങ്ങനെ അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുദൂ ചെയ്യുന്നു, ഇങ്ങനെ 6-7 രൂപങ്ങൾ, 5-8 രൂപങ്ങളൊക്കെ നിയ്യത്തിനുണ്ട്. രണ്ടാമതായി വുദൂഇന്റെ ഫർള് മുഖം കഴുകലാണ്. മുഖം പൂർണ്ണമായി നമ്മൾ കഴുകണം. മുഖത്തിന്റെ അതിർത്തികളൊക്കെ നമുക്കറിയാം. സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അങ്ങേയറ്റം വരെയും വീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മുഖം പൂർണ്ണമായി നമ്മൾ കഴുകണം. ഇൻഷാ അല്ലാഹ് അതിന്റെ സുന്നത്തുകളൊക്കെ നമുക്ക് വരും ആഴ്ചകളിൽ പറയാം. അപ്പൊ മുഖം കഴുകണം. അതുപോലെ 2 കൈകളെ കഴുകണം. മുട്ട് വരെ, മുട്ടും കൈ വരെ 2 കൈകളെ കഴുകണം. അതിനുശേഷം തല തടവണം. അതിനുശേഷം 2 കാലുകൾ കഴുകണം. അതിനിടയിൽ ചെവി തടവലേണ്ടത് സുന്നത്താണ്. ഞാൻ ഫർളുകൾ മാത്രമാണ് പറയുന്നത്. 2 കാലുകൾ, ഞെരിയാണി ഉൾപ്പെടെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കണം. ഞെരിയാണിയുടെ ആ ഭാഗത്ത് അവിടെ ചെറിയൊരു കുഴി പോലെ കാണാം. അതൊക്കെ നേരെ സൂക്ഷിച്ച് ഞെരിയാണി ഉൾപ്പെടെ 2 കാലുകളൊക്കെ കഴുകിയാലാണ് വുദൂഇന്റെ ഫർളുകൾ പരിപൂർണമായ രൂപത്തിലാകുന്നത്. 6-ാമത്തേത് തർത്തീബാണ്. വഴിക്ക് വഴിയായി ചെയ്യണം. ആദ്യമായി നിയ്യത്ത് ചെയ്യുക, രണ്ടാമതായി മുഖം കഴുകുക, മൂന്നാമതായി കൈ 2 മുട്ടോടുകൂടെ കഴുകുക, 4-ാമതായി തല തടവുക, 5-ാമതായി കാൽ 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 ഇതെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ഇങ്ങനെയാണ് വുദൂഇന്റെ ഫർളുകൾ. ഇത് നമുക്കൊക്കെ അറിയുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഗുണമോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ തവല്ലഅ അബ്ദുൽ മുസ്ലിം അവിൽ മുഅ്മിൻ, ഒരു മുസ്ലിമായ വ്യക്തി വുദൂ ചെയ്താൽ, ഒരു മുഅ്മിനായ വ്യക്തി വുദൂ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വുദൂ ചെയ്ത് ഫഗസല വജ്ഹഹു, അവനവന്റെ മുഖത്തെ കഴുകിയാൽ, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിഐനൈഹി, ഒരാൾ വുദൂ ചെയ്യുന്ന സമയത്ത് അവന്റെ മുഖത്തിനെ കഴുകിയാൽ, ഖറജ മിൻ വജ്ഹിഹി, അവന്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് കുല്ലു ഖതീഅത്തിൻ, എല്ലാ പാപങ്ങളും പുറപ്പെടുന്നതാണ്. എങ്ങനത്തെ പാപമെന്നോ, നദറ ഇലൈഹാ ബിഐനൈഹി, അവന്റെ 2 നേത്രങ്ങളെ കൊണ്ട്, 2 കണ്ണുകളെ കൊണ്ട് ഏതെല്ലാം പാപത്തിലേക്ക് അവൻ നോക്കിയോ, ഈ പാപങ്ങളൊക്കെ മുഖം കഴുകുമ്പോ അവന്റെ മുഖത്തിൽ നിന്നും ഉതിർന്ന് വീണു പോവുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ വെള്ളം അവന്റെ മുഖത്തിൽ നിന്ന് ഒറ്റ വീഴുമ്പോ തന്നെ അവന്റെ പാപങ്ങളും അവന്റെ മുഖത്തിൽ നിന്ന് പോവുകയാണ്. അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളി അവന്റെ മുഖത്തിൽ നിന്ന് പോകുമ്പോ അവന്റെ പാപങ്ങളും പോവുകയാണ്. എന്നാൽ ആരെങ്കിലും വുദൂ ചെയ്യുമ്പോ അവന്റെ 2 കൈയിനെ കഴുകിയാൽ, ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തിൻ, അവന്റെ 2 കൈകളിൽ നിന്ന് എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നതാണ്. എങ്ങനത്തെ പാപങ്ങളെന്നോ, അവന്റെ 2 കൈകൾ പിടിച്ചതായ, 2 കൈകളെ കൊണ്ട് ചെയ്തതായ പാപങ്ങളൊക്കെ ഈ
വുളൂ ചെയ്യുന്ന സമയത്ത് കൊഴിഞ്ഞു പോകുന്നതാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ ഫൈദാ ഗസല റിജ്ലൈഹി, ആരെങ്കിലും അവന്റെ രണ്ട് കാല് കഴുകിയായി ഖറജ കുല്ലു ഖതിയത്തിൻ, എല്ലാ പാപങ്ങളും പുറത്തു പോകും. എങ്ങനത്തെ പാപങ്ങള്? മശദ്ഹാരിജലാഹു, അവന്റെ രണ്ട് കാലുകൾ ആ പാപത്തിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നതാണ്. അവസാനം എത്രത്തോളം? ഹത്താ യഖറജ നഖിയ്യം മിനദ്ദുനൂബ്, ഈ വ്യക്തി പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധിയായവനായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വുളൂഇന് വലിയ മഹത്വമുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ ഫർളുകൾ ചെയ്താൽ, ഫർളുകൾ ചെയ്യണം എന്നാലേ വുളൂ ശരിയാവുകയുള്ളൂ. ഫർളുകൾ ചെയ്താൽ അതിനും വലിയ കൂലിയാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പ്രത്യേക അവയവങ്ങളെ മാത്രമാണ് കഴുകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുൻകൈ രണ്ടും കഴുകണമെന്ന് പറഞ്ഞു സുന്നത്ത്, വായിൽ വെള്ളം ഒപ്പിളിക്കണമെന്ന് പറഞ്ഞു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണമെന്ന് പറഞ്ഞു, മുഖം കഴുകണം, കൈ കഴുകണം, തല തടവണം, ചെവി തടവണം, അതുപോലെ കാലുകൾ കഴുകണം. ഇതെല്ലാം ചെയ്യാനുള്ള ഓരോ തന്ത്രങ്ങൾ എന്തിനാണ് ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം കഴുകാൻ പറഞ്ഞതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിൽ അതിനെ കുറിച്ച് പറയാം. അപ്പോ ഇതൊക്കെ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നമുക്ക് നിയമമാക്കി തന്നത് നമ്മളെ ആരെയും പ്രയാസപ്പെടുത്താനല്ല, നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, എല്ലാം നമുക്കുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നേരത്തെ ഓതി വെച്ചതായ ആയത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ് വലാകിൻ യുരീദു ലിയുതഹിറകും ഫലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തഷ്കുറൂൻ. വുളൂഇനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം ആയത്തിൽ അല്ലാഹു പറയാണ്, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്, ഇതൊന്നും ആർക്കും ഒരു വിഷമം ഉണ്ടാക്കണമെന്നുള്ള നിലക്ക് ഉദ്ദേശിച്ചുകൊണ്ടല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ശരീഅത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ്? വലാകിൻ യുരീദു ലിയുതഹിറകും, നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയത്. മാത്രമല്ല ഫലിയുതിമ്മ നിഅമതഹു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിനെ പൂർത്തിയാക്കി തരാൻ വേണ്ടിയാണ്. മാത്രമല്ല ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള അടിമകളാവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ചര്യകളെ, ഇസ്ലാമിന്റെ പാവനമായ മാതൃകകളെ പരിപൂർണമായ നിലക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നീ സന്തോഷം നൽകണേ റബ്ബേ. നാഫിയ ഇൽമ നൽകണേ അല്ലാഹ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ റബ്ബേ. ഞങ്ങളോട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ റബ്ബേ. ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ വേദനകളെ നീ അകറ്റി തരണേ അല്ലാഹ്. ശരീരത്തിന് ആഫിയത്തും മനസ്സിന് സമാധാനവും നൽകണേ റബ്ബേ. പടച്ചോനെ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് നീ കാവലാകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിവളപ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗത്തിൽ ഒന്നിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സാധുക്കളായി ഞങ്ങളുടെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ
الراحمين ببركة صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا